അധികം ആളുകൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ഹാർബർ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് എൻ്റെ സ്വന്തം ഭാവനാ സൃഷ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമികളാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. ആ 2 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടിയത് മലപ്പുറം സബ് കളക്ടറായിട്ടാണ്. അന്ന് മലപ്പുറം ജില്ല വന്നിട്ടില്ല, മലപ്പുറം സബ് ഡിവിഷനായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. 94 മാർച്ച് 1-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി ചാർജ് എടുത്തത്. അന്ന് കെ കരുണാകരനാണ്. സംസ്കൃതത്തിൽ ആദ്യം എഴുതിയ ഒരു ശ്ലോകമാണ് അത്, നാരായണ ഗുരുസ്വാമിയെ പറ്റി. ആദ്യമായിട്ട് ഞാൻ സംസ്കൃതത്തിൽ എന്തെങ്കിലും എഴുതും നാരായണ ഗുരുസ്വാമിയെ പറ്റിയൊരു ശ്ലോകമാണ്. മലയാള സാഹിത്യ ലോകത്തിന് മാത്രമല്ല സിവിൽ സർവീസ് രംഗത്തും അതികായകനായ മഹാവ്യക്തിത്വം, തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന രാമേന്ദ്രൻ നായർ സാർ. നമസ്കാരം സാർ. സാറിൻ്റെ പേരിലൂടെ ഈ തുളസീവനം എന്ന തൂലികാനാമം വളരെയധികം ശോഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ പേര് സ്വീകരിക്കാൻ കാരണം? യാദൃച്ഛ്യമായി വന്ന് വെട്ടുമെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അങ്ങനെ വളരെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനമൊന്നുമല്ല. ശാസ്ത്രീയ സംഗീതത്തിൽ കുറേ കൃതികൾ ഞാൻ രചിച്ചിട്ടുണ്ട്. അതെ അതെ. ഈ ശാസ്ത്രീയ സംഗീത കൃതികളുടെ ഇതിൻ്റെ കർത്താവ് രാമേന്ദ്രൻ നായരാണെന്ന് പറയുമ്പോൾ ഒരു എന്തോ ശാസ്ത്രീയ സംഗീതവും അങ്ങനെ ഒരു നാമധേയം തമ്മിലൊരു ചേർച്ച പോയില്ല. അതായിരിക്കാം ഒരു കാരണം. എൻ്റെ ശാസ്ത്രീയ സംഗീത കൃതികളെല്ലാം തുളസീവനത്തിൻ്റെ കൃതികൾ എന്നാണ് അറിയപ്പെടുന്നത്. അതങ്ങ് പ്രചാരത്തിൽ വന്നു, അങ്ങനെ പ്രചാരത്തിൽ വരും എന്ന് വിചാരിച്ചൊന്നും അല്ലാന്ന് സ്വീകരിച്ചിടത്തോളം ഈ സംഗീതത്തോട് താല്പര്യം തോന്നാനുള്ള ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നാണോ? ഒക്കെ യാദൃച്ഛികമായിട്ടാണ് സംഭവിച്ചത്. ഞാൻ പാട്ടെഴുതുന്ന ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നല്ല. പക്ഷേ 1973 പെട്ടെന്നൊരു സന്ദർഭത്തിൽ അന്ന് ആകാശവാണിയിലെ സംഗീതത്തിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന ചേർത്തല ഗോപാലൻ നായർ എന്നോടൊരു 3 പാട്ട് എഴുതി കൊടുക്കാൻ പറയും. അത് എന്നോടത് പറയാൻ എന്താ കാരണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പാട്ട് എഴുതുന്ന ആളാണെന്ന് അദ്ദേഹം വിചാരിക്കേണ്ട കാര്യമില്ല, ഞാൻ പാട്ട് എഴുതിയിട്ടുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു 3 പാട്ട് എഴുതി കൊടുത്തു. അദ്ദേഹം അത് ഉദയഗീതമായിട്ട് റേഡിയോയിൽ കൂടെ പ്രക്ഷേപണം ചെയ്തു. അവിടെ അന്ന് SBS നാരായണൻ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേട്ടിട്ട് എന്നോടിങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് ശാസ്ത്രീയ സംഗീത കൃതികൾ രചിക്കാൻ നല്ല വാസനയുണ്ട്, തീർച്ചയായിട്ടും കൂടുതൽ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തതാണ്. ചേർത്തല ഗോപാലൻ നായരുടെ ആവശ്യത്തിന് 3 പാട്ട് എഴുതി എന്നല്ലാതെ ഇനി അങ്ങനെയല്ല ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം നിർബന്ധിച്ചു. പിന്നീട് അദ്ദേഹം ഗുരുവായൂർ ഭജനരിക്കാൻ പോകാൻ SBS നാരായണൻ, അദ്ദേഹം ശരിക്കും തമിഴ്നാട്ടുകാരനാണ്. സാമ്പൂർ വടകരൈ സുബ്ബയ്യ നാരായണൻ എന്നാണ് പേര് തന്നെ. സാമ്പൂർ വടകരൈ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റി കുറച്ച് പാട്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ആലോചിക്കാം. അയ്യോ സാർ ആലോചിക്കാമെന്നാണ് ഇപ്പോൾ എനിക്ക് ഒരു 3-4 ദിവസത്തിനും ഗുരുവായൂരിൽ പോകണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുറച്ച് പാട്ട് എഴുതി കൊടുത്തു. അദ്ദേഹം അത് കൊണ്ടുപോയി ഗുരുവായൂർ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ പാടുകയും അവിടെ അവതരിപ്പിക്കുകയും 41 ദിവസത്തെ ഭജനമായിരുന്നു. 41-ാം ദിവസം അതൊരു കച്ചേരിയായിട്ട് അവിടെ നടത്തുകയും ഒക്കെ ചെയ്തു. പിന്നെയും ഈ SBS നാരായണൻ തന്നെ എന്നെക്കൊണ്ട് കൂടുതൽ പാട്ട് എഴുതിക്കാനിടയായി. അത് കഴിഞ്ഞപ്പം മാവേലിക്കര പ്രഭാകര വർമ്മ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ സംഗീതജ്ഞനായിട്ട് പരിചയപ്പെടാനിടയായി. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ കുറേ പാട്ടുകൾ എഴുതി. അങ്ങനെ ആ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ. സംസ്കൃതത്തിൽ എന്താ ഇത്രത്തോളം താല്പര്യം തോന്നാൻ കാര്യം എന്താണ്? സംസ്കൃതത്തിലെ താല്പര്യം എന്ന് പറയുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു 4-5 വയസ്സുള്ളപ്പോൾ വളരെ പ്രശസ്തനായ ഒരു സംസ്കൃത പണ്ഡിതൻ അല്പകാലം എന്നെ പഠിപ്പിച്ചു. അദ്ദേഹം എന്നെ കൂടുതൽ പഠിപ്പിക്കുമായിരുന്നു, പക്ഷേ അദ്ദേഹം ട്രാൻസ്ഫറായിപ്പോയി. അതുകൊണ്ട് അത് അല്പകാലം എന്നെ സംസ്കൃതം പഠിപ്പിച്ചു. ചെറുതായിട്ട് എന്നെ സംസ്കൃതം അഭ്യസിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ട്രാൻസ്ഫറായി അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ ആ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നു. അതുകൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ തന്നെത്താനെ ഇരുന്ന് സംസ്കൃതം പഠിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു താല്പര്യം കുട്ടിക്കാലത്ത് എന്നിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ട് പോയി എന്നുള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അദ്ദേഹമാണ് എനിക്ക് ആ താല്പര്യം ഉണ്ടാക്കിയത്. അദ്ദേഹം വിദ്വാൻ പി രാമപ്പണിക്കർ എന്ന് പറയും, പ്രസിദ്ധനായ ഒരു സംസ്കൃത പണ്ഡിതനാണ്. ഹരിപ്പാട്ടുകാരനായിരുന്നു. ഹരിപ്പാട് ആയാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ ഹരിപ്പാട് പ്രദേശത്തൊക്കെയുള്ള ഒരുപാട് പേര് ഇപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കും. വളരെ പ്രശസ്തനായ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ആ ഒരു താല്പര്യം എന്നിൽ ഉണർത്തി വിട്ടത്.
ഈ ചട്ടമ്പി സ്വാമികളുടെ ദർശനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ്? അത് ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരുസ്വാമികളാണ് എന്നെ ആദ്യം ആകർഷിച്ചത്. നാരായണ ഗുരുസ്വാമികളുടെ ആത്മോപദേശ ശതകം, ദർശനമാല, ഇങ്ങനെയുള്ളതൊക്കെ കൃതികൾ വായിച്ചാണ് ഞാൻ ഈ ആധ്യാത്മിക വിഷയത്തിൽ കൂടുതൽ തൽപരനായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലാ കളക്ടറായിരിക്കുമ്പോൾ കൊല്ലത്ത് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് കെ ഭാസ്കരപിള്ള എന്നൊരാൾ വന്നു. അദ്ദേഹം ചട്ടമ്പി സ്വാമി തിരുവടികളുടെ ഒരു ജീവചരിത്രം എഴുതിയ ആളാണ്. ഞാൻ നാരായണ ഗുരുസ്വാമികളെ പിന്നെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു സന്ദർഭത്തിൽ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, രാമേന്ദ്രൻ നായർ ചട്ടമ്പി സ്വാമികളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ അത്ര മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കണം. അദ്ദേഹം എഴുതിയ ചട്ടമ്പി സ്വാമികൾ എന്ന ജീവചരിത്ര ഗ്രന്ഥവും മറ്റ് ചില പുസ്തകങ്ങളൊക്കെ എഴുതാണ്. അങ്ങനെ ഞാൻ നാരായണ ഗുരുസ്വാമികളുടെ ഒരു ആരാധകനായി മാറിയതിന് ശേഷമാണ് ചട്ടമ്പി സ്വാമികളെ പറ്റി പഠിക്കാനിടയായത്. അദ്ദേഹത്തിൻ്റെ വളരെ അപൂർവമായ ഒരു വ്യക്തിത്വമാണ്. അത് പഠിക്കുന്നതോറും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. എ വി ശങ്കരൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം വലിയ സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ പറ്റി വളരെ വിപുലമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? അത് അദ്ദേഹം തീർത്ഥപാദ പുരാണം, ചട്ടമ്പി സ്വാമികളുടെ ഒരു ആധ്യാത്മിക സന്യാസനാമം എന്ന് പറയുന്നത് ശ്രീ വിദ്യാധിരാജ തീർത്ഥപാദ സ്വാമി എന്നാണ്. അത് വെച്ചിട്ട് തീർത്ഥപാദ പുരാണം എന്നൊരു പുസ്തകം എഴുതി എ വി ശങ്കരൻ. ശങ്കരവാര്യരാണ് ശരിക്കും. അത്തിപ്പറ്റ വാര്യത്ത് ശങ്കരവാര്യരാണ് എ വി ശങ്കരൻ. ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി പ്രൊഫസറാണ് കോളേജിൽ. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്നു. പിന്നെ അവിടുന്ന് പ്രൊമോഷനായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായിട്ട് വന്നു. അവിടുന്ന് പിന്നെ എൻസൈക്ലോപ്പീഡിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തത്. എ വി ശങ്കരൻ ചട്ടമ്പി സ്വാമി തിരുവടികളെ പറ്റി ഒരു പുസ്തകം എഴുതി തുടങ്ങി. ശങ്കരൻ എന്നോട് പറഞ്ഞത് ഒരു 1500-2000 ശ്ലോകമുള്ള ഒരു പുസ്തകം എഴുതണം എന്ന് വിചാരിച്ചാണ് ആരംഭിച്ചത്. പക്ഷേ അദ്ദേഹം എഴുതി വന്നപ്പോൾ 63,000-ലധികം ശ്ലോകമുള്ള പുസ്തകമാണ് എഴുതി. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ചട്ടമ്പി സ്വാമികളെ പറ്റി നമ്മൾ മനസ്സിലാക്കും തോറും നമുക്ക് കൂടുതൽ അതിലെ ആഴത്തിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ വളരെ വിസ്മയാവഹമായ ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എഴുതിയത് പോരാ, കൂടുതൽ എഴുതണം. അങ്ങനെ പക്ഷേ ഈ 63,000 ശ്ലോകങ്ങളുള്ള പുസ്തകം അച്ചടിക്കണമെങ്കിൽ ഒരു 50 ലക്ഷം രൂപ വേണമെന്നുള്ളത് അത് ഈ അടുത്ത കാലത്താണ് ഏതാണ്ട് അച്ചടിക്കാനുള്ള ഒരു നടപടി ആരംഭിച്ചിട്ടുള്ളത്. അത് സംസ്കൃത യൂണിവേഴ്സിറ്റി അതിൻ്റെ കോപ്പിറൈറ്റ് വിലയ്ക്ക് എടുത്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന്. അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ അതിന് പ്രതിഫലം കൊടുത്തുള്ളൂ. സത്യത്തിൽ പ്രതിഫലം തന്നെ ഒരു 10-25 ലക്ഷം കൊടുക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് അടുത്തു എന്ന് തോന്നിയുകൊണ്ട് അദ്ദേഹം ഉള്ളത് വെച്ച് അത് കൊടുത്തു. സംസ്കൃത യൂണിവേഴ്സിറ്റിക്ക് ഇത് അച്ചടിക്കണം എന്നുണ്ടെങ്കിൽ പണം ഒരുപാട് വേണമെന്നുള്ളതുകൊണ്ട് താമസിച്ചു. അങ്ങനെ കിടന്നു. പക്ഷേ സമീപകാലത്ത് അവരതിൻ്റെ DTP എടുത്തു. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ വളരെ പുരോഗതി ആയിട്ടുണ്ട്, അടുത്ത് തന്നെ അത് പുസ്തകമായിട്ട് ഇറക്കാൻ സാധിക്കും എന്നാണ് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഇതാണ്. നമ്മൾ പഠിക്കാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അനന്തമായിട്ട് അങ്ങനെ ആ പഠനം നീണ്ടു പോകും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. സിവിൽ സർവീസിൽ ആദ്യം എവിടെയായിരുന്നു? ആദ്യം ട്രെയിനിങ് ആണ് 2 കൊല്ലം. ഒന്ന് മസൂരി എന്ന് പറയുന്ന പട്ടണത്തിലാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ. 1 കൊല്ലം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലായിരുന്നു ഫീൽഡ് ട്രെയിനിങ്. ആ 2 കൊല്ലം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടൊരു പോസ്റ്റിംഗ് കിട്ടിയത് മലപ്പുറം സബ് കളക്ടറായിട്ടാണ്. അന്ന് മലപ്പുറം ജില്ല വന്നിട്ടില്ല, മലപ്പുറം സബ് ഡിവിഷനായിരുന്നു കോഴിക്കോട് ജില്ലയിൽ. മലപ്പുറത്താണ് തുടങ്ങിയത്. ഈ അധ്യാപകനായിരുന്നല്ലോ ജോലി. അധ്യാപനം അത് ഉപേക്ഷിച്ചിട്ടാണല്ലോ ഈ കുറച്ച് കാലം, അതായത്
29 വയസ്സിലാണ് ഞാൻ MA പാസ്സാവുന്നത്. സാധാരണ ആ പ്രായത്തിൽ ആരും പാസ്സാവാറില്ല. ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ എഴുതണം എന്നെൻ്റെ അച്ഛന് വളരെ നിർബന്ധമായിരുന്നു. പക്ഷേ അന്നല്ല ഇന്നും 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ. അപ്പോൾ ഈ 19 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഏതായാലും എന്തെങ്കിലും ജോലി വേണം. അങ്ങനെ ഗവൺമെൻറ് കോളേജുകളിൽ ലെക്ചറായിട്ടൊക്കെ പ്രവർത്തിച്ചു. ഈ ചെറുപ്രായത്തിൽ 19 വയസ്സ്. അതെ, 21 വയസ്സ് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി. പിന്നെ റിസൾട്ട് വരാനുള്ള താമസം ഉണ്ടാവുള്ളൂ. 22 വയസ്സായപ്പോഴത്തേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ 19 മുതൽ 22 വരെ ഒരു 3 കൊല്ലത്തോളം അധ്യാപകനായിരുന്നു. കണ്ണൂർ കളക്ടറായിരുന്നു അല്ലേ? ആദ്യം കണ്ണൂർ കളക്ടറായിരുന്നു, അത് കഴിഞ്ഞ് കൊല്ലത്ത് കളക്ടറായിരുന്നു. കളക്ടർ ജോലിക്കിടയിൽ സമയം കണ്ടെത്തിയായിരുന്നോ ശരിക്കും എഴുത്ത്? ആ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ്. കളക്ടറായിരുന്നത് 66, 68 ആ കാലത്താണ്. 73-ലാണ് ഈ ചേർത്തല ഗോപാലൻ നായരനോട് പാട്ട് എഴുതുന്നത്. അത് കഴിഞ്ഞാണ് പാട്ടുകളുടെ ലോകത്തേക്ക് കടന്നത്. അതുപോലെ തന്നെ ആകസ്മികമായിട്ട് ആട്ടക്കഥകൾ എഴുതാനിടയായി. 4 ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതും വളരെ യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചതാണ്. സമകാലികനായ ജയകുമാർ IAS ചലച്ചിത്ര ഗാനരചയിതാവായും ഒക്കെ ശ്രമിച്ചു. അപ്പോൾ ചലച്ചിത്ര രംഗത്തേക്ക് അന്നൊരു ശ്രമം നടത്തിയില്ലായിരുന്നു? കുറച്ചുകൂടെ ഒരു ക്ലാസിക്കൽ ലൈനാണ് എൻ്റെ മനസ്സ്. ഇച്ചിരി ക്ലാസിക്കൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ. ചലച്ചിത്രഗാനം മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ചലച്ചിത്രഗാനങ്ങൾ ഇഷ്ടമാണ്. ചലച്ചിത്രഗാനങ്ങൾ എഴുതിയിരുന്ന ഒരു 3-4 പേരോടെങ്കിലും എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഭാസ്കര മാസ്റ്ററോടുണ്ടായിരുന്നു. ഭാസ്കര മാസ്റ്റർ പക്ഷേ എന്നെക്കാൾ വളരെ പ്രായം കൂടുതലായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ബന്ധമാണ്. പക്ഷേ എന്നോട് വലിയ ഇഷ്ടവും വാത്സല്യവും സ്നേഹവും ഒക്കെ ആയിരുന്നു. വയലാർ രാമവർമ്മയായിട്ട് വളരെ അടുപ്പമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു 10 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷേ വയലാർ രാമവർമ്മ അങ്ങനെയല്ല പെരുമാറുന്നത്. അതുകൊണ്ട് വളരെ അടുത്ത ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പിയായിട്ടുണ്ട്, യൂസഫ് അലി കേച്ചേരിയായിട്ടുണ്ട്. ഇവരോടെല്ലാം നല്ല അടുത്ത സ്നേഹവും അതൊക്കെ ഉണ്ട്. അവരുടെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. ആദ്യം എഴുതിയ സംസ്കൃത കൃതി ഏതാണ്? സംസ്കൃതത്തിൽ ആദ്യം എഴുതിയ ഒരു ശ്ലോകമാണ്. അത് നാരായണ ഗുരുസ്വാമിയെ പറ്റി. ആദ്യമായിട്ട് ഞാൻ സംസ്കൃതത്തിൽ എന്തെങ്കിലും എഴുതും നാരായണ ഗുരുസ്വാമിയെ പറ്റി ഒരു ശ്ലോകമാണ്. അത് പബ്ലിഷ് ആണോ? പിന്നെ പബ്ലിഷ് ചെയ്തു? അത് ഞാൻ കൊല്ലം കളക്ടറായിരിക്കുമ്പോഴാണെന്നാണ് തോന്നുന്നത്. കൊല്ലത്തുള്ള ഒരു സമ്മേളനത്തിൽ CR കേശവൻ വൈദ്യർ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ശ്ലോകം ചൊല്ലി, ഞാൻ എഴുതിയ ശ്ലോകം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പം കേശവൻ വൈദ്യർ അത് എന്നോട് എഴുതി വാങ്ങി. എന്നിട്ട് അദ്ദേഹം അന്ന് വിവേകോദയം എന്ന് പറഞ്ഞ മാസിക ഇറക്കുന്ന കാലമാണ്. വിവേകോദയത്തിൽ അച്ചടിച്ച് വന്നു. അതാണ് ആദ്യമായിട്ട് എഴുതിയത്. ഏത് രാഗത്തിലാണ് സംസ്കൃതത്തിൽ കൂടുതൽ എഴുതിയിരുന്നത്? എല്ലാ രാഗങ്ങളിലും. അതായത് അപ്പോൾ സംഗീതം നേരത്തെ അഭ്യസിച്ചിട്ടുണ്ടായിരുന്നോ? അഭ്യസിച്ചെന്ന് പറഞ്ഞുകൂടാ. അതിനകത്ത് ഇങ്ങനെ താല്പര്യം ക്രമേണ ഉണ്ടായി വന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 600 പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ശാസ്ത്രീയ സംഗീതത്തിൽ. ഒരുവിധമുള്ള എല്ലാ രാഗങ്ങളിലുള്ള കൃതികളുണ്ട്. കർണാടക സംഗീതത്തോട് ഇത്രത്തോളം അടുപ്പം തോന്നാൻ കാര്യം എന്താണ്? ക്രമേണ വന്ന താല്പര്യമാണ്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എല്ലാം ഒരു യാദൃച്ഛികമായിട്ട് സംഭവിക്കുകയാണ്. ക്രമേണ അങ്ങനെ അതിനോടൊരു താല്പര്യം വന്നു. അത് പിന്നെ ഒരുപാട് പാട്ടുകൾ എഴുതാനൊരു കാരണം, ഓരോ ദേവനെ പറ്റി കുറേ പാട്ട് എഴുതി തരണമെന്ന് അവിടുത്തെ ഭക്തന്മാർ പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെയാണ് കൂടുതൽ എഴുതാനിടയായത്. അപ്പോൾ ഓരോ നമ്മുടെ കേരളത്തിലെ ആരാധ്യമൂർത്തികളെ പറ്റി ഏറ്റവും അധികം പാട്ടുകൾ ഞാനാണ് എഴുതിയിട്ടുള്ളത്. സ്വാതിരുനാൾ മഹാരാജാവ് പത്മനാഭസ്വാമിയെ പറ്റി ധാരാളം എഴുതിയിട്ടുണ്ട്. പത്മനാഭസ്വാമിയെ പറ്റി ഏറ്റവും അധികം എഴുതിയിട്ടുള്ളത് സ്വാതിരുനാൾ മഹാരാജാവാണ്. പത്മനാഭസ്വാമിയെ പറ്റിയാണെങ്കിലും സ്വാതിരുനാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഞാനാണ്. പിന്നെ ശബരിമല ധർമ്മശാസ്താവിനെയും ഗുരുവായൂരപ്പനെയും തൃപ്പൂണിത്തുറ പൂർണ്ണത്ര ഈശനെയും ആറ്റുകാലമ്മയും ചെങ്ങന്നൂർ ഭഗവതിയും ശംഖുമുഖം ഭഗവതിയും ഇതൊക്കെ കൂടുതൽ ഞാൻ തന്നെയാണ്. ഒരു ഭക്തകവി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കുറേ അങ്ങനെ പറയാറുണ്ട്. തുളസിനകത്ത് ഭക്തകവിയായിട്ട് പറയാറുണ്ട്. എഴുത്തിൽ ആരായിരുന്നു ഗുരു ശരിക്കും പറഞ്ഞാൽ? ഈ സംഗീതകൃതികളിലെ ഗുരു മുത്തുസ്വാമി ദീക്ഷിതരാണ്. ദീക്ഷിതരുടെ സ്വാധീനമാണ് ഇത്രത്തോളം എഴുതുവാൻ പ്രേരണ നൽകിയത്. ഇത്രയും ഭാഗ്യകാരന്മാർ ഇപ്പോൾ
ത്യാഗരാജസ്വാമിയോട് അങ്ങേയറ്റത്തെ ഭക്തിയോടുകൂടിയാണ് ഇത് പറയുന്നത്. ത്യാഗരാജസ്വാമി അവതാര പുരുഷനാണ് തീർച്ചയായും. എന്നാൽ പോലും മുത്തുസ്വാമി ദീക്ഷിതരോടാണ് മനസ്സിൽ കുറച്ചുകൂടെ ഒരു അടുത്ത സാറിന് ഏറ്റവും കൂടുതൽ അനുകമ്പ താല്പര്യം തോന്നിയിട്ടുള്ളത്. ആ മുത്തുസ്വാമി ദീക്ഷിതരിലെ ആ ഒരു സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് ഞാൻ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മനസ്സിന് നമ്മൾ തങ്ങി നിൽക്കുന്നതും വീണ്ടും വീണ്ടും പാടുന്നതുമായ പാട്ട് ഏതാണ്? എനിക്ക് അങ്ങനെ എൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പ്രത്യേകിച്ച് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രചാരം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഭജമാനസ വിഘ്നേശ്വര മനുഷ്യം എന്ന് പറഞ്ഞ് പഴവങ്ങാടി ഗണപതിയെപ്പറ്റി എഴുതിയ ബഹുധാരി രാഗത്തിലുള്ള ഒരു പാട്ടാണ്. അത് സൗത്ത് ഇന്ത്യയിൽ എല്ലാം വളരെ പ്രചാരത്തിലുള്ള ഒരു പാട്ടാണ്. എന്നെപ്പറ്റി ഒന്നും അറിയാൻ മേലാത്ത എത്രയോ പേര് ആ പാട്ട് പാടുന്നു. എത്രയോ വർഷം, ഇപ്പോൾ 6-7 വർഷങ്ങൾ മുമ്പാണ് മാൻഡോലിൻ ശ്രീനിവാസൻ മരണപ്പെടുന്നത്. അതിനു മുമ്പ് അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് മാൻഡോലിൻ. അതുപോലെ കദ്രി ഗോപാൽനാഥ്, അദ്ദേഹം സാക്സഫോൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോംബെ ജയശ്രീ ഒരു 30 കൊല്ലം മുമ്പ് ഇറക്കിയ അവരുടെ ഒരു അതിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബോംബെ ജയശ്രീ ആണെന്ന് തോന്നുന്നു അതിന് പ്രചാരം ഇത്രയും കൊടുത്തത്. ജയശ്രീ ഇത് അവരുടെ റെക്കോർഡിൽ ഇവിടെ വന്നത് അതോടുകൂടിയാണ് പ്രചാരത്തിൽ വന്നു. ഒരിക്കലും എന്നോട് നമ്മുടെ ആൾ ഇന്ത്യ റേഡിയോയുടെ സംഗീത ദിനം ഉണ്ടായിരുന്നു ഒരു 4-5 കൊല്ലം മുമ്പ്. ലിവി ഹാളിൽ വെച്ചാണ് നടന്നത്. അന്ന് അവർ വിജയവാഡയിൽ നിന്നുള്ള 3 ആർട്ടിസ്റ്റുകൾ, ഒരാൾ വീണ, ഒരാൾ വയലിൻ, ഒരാൾ ഫ്ലൂട്ട്, അവർ 3 പേരും കൂടെ ചേർന്നുള്ള അവർ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് തുളസീവനം എഴുതിയ ബഹുധാരി രാഗത്തിലുള്ള ഭജമാനസ വിഘ്നേശ്വര മനുഷ്യം എന്നുള്ള കൃതിയാണ്. അപ്പോൾ ഈ കേട്ടുകൊണ്ടിരുന്നവർക്കെല്ലാം വലിയൊരു അതിശയമായി വിജയവാഡ വരുന്ന അതേ. അങ്ങനെ അത് വളരെ ഒരു പ്രചാരത്തിലായിട്ടുണ്ട്. ഒരുപാട് പേര് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷിക്കാഗോയിൽ കുറേ ഇന്ത്യൻ ഗേൾസ് ഒരു ഡാൻസ് ട്രൂപ്പ് അത് ഡാൻസ് ചെയ്യും, അതൊക്കെ വൈറലായിട്ട് കിട്ടും. ഹോങ്കോങ്ങിൽ ചൈനീസ് ഗേൾസ് അത് പാടി കളിക്കുന്നത് കണ്ടു. ഏതോ ഒരു ഇന്ത്യൻ നർത്തകി പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈ ഭജമാനസ വിഘ്നേശ്വര മനുഷ്യം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കാം, ഇഷ്ടം പോലെ കിട്ടും. ഒരുപാട് പാടിയത് ഈ ഡാൻസുകൾ, അതാണ് ഏറ്റവും പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. മറ്റു ഭാഷകളിൽ ഏതെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എഴുതിയിട്ടുള്ള മിക്കവാറും സംസ്കൃതത്തിലാണ്. അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശകലം എന്തെങ്കിലും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലൊന്നും അത്രത്തോളം എഴുതാൻ പറ്റിയിട്ടില്ലല്ലേ? അത് പറ്റാത്തതല്ല, യഥാർത്ഥത്തിൽ ഞാൻ സംസ്കൃതത്തിൽ എനിക്ക് മലയാള ഭാഷയോടുള്ള താല്പര്യക്കുറവുണ്ടല്ല. ത്യാഗരാജസ്വാമിയുടെയും ശ്യാമാശാസ്ത്രികളുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പാട്ട് ഇഷ്ടപ്പെടുന്നു, പക്ഷേ വാക്കുകളൊന്നും അർത്ഥം അറിയില്ല. അവർ തെലുഗുവിൽ എഴുതിയിരിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല എന്തായി പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മലയാളത്തിൽ അതുപോലെ എഴുതിയാൽ ഇത് പുറത്ത് പാടുന്നവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. നേരെ വിളിച്ച് മുത്തുസ്വാമി ദീക്ഷിതരും സ്വാതിനാൾ മഹാരാജാവും സംസ്കൃതത്തിലാണ് എഴുതിയത്. അതുകൊണ്ട് അവരെഴുതിയിരിക്കുന്ന എല്ലാം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സംസ്കൃതത്തിലാക്കിയതാണ്. ഇന്ത്യയിൽ എവിടെ ചെന്നാലും കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും. മലയാളത്തിൽ എഴുതിയാൽ പലതും മനസ്സിലാവും. എന്നാലും കർണാടക സംഗീതത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി കൃതികൾ രചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ ജഡ്ജായിട്ട് പോയിരുന്നു ഡോക്ടർ നെടുങ്കുന്നം ശ്രീദേവ്. ഇപ്പോൾ നമ്മുടെ സ്വാതിനാൾ സംഗീത കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹം ജഡ്ജായിരുന്നു. ആ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാർ ഇത്തവണ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടി ഒരു തുളസീവന കൃതിയാണ് പാടിയത്. അതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. മാമാവ മഹേശ്വരി ചാമുണ്ടേശ്വരി ഗൗരി എന്ന് പറഞ്ഞ് ശംഖുമുഖം ദേവിയെപ്പറ്റി ഭൈരവി രാഗത്തിലുള്ള ഒരു പാട്ടാണ്. അതാണ് മാവേലിക്കരയിൽ നിന്ന് മറ്റോ പോയൊരു കുട്ടിയാണ്. ആ കുട്ടി അത് എവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞുകൂടാ, എവിടുന്നോ പഠിച്ചു അയാളത് പാടി, അയാൾക്ക് അതിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഫസ്റ്റ് പ്രൈസ് കിട്ടി. സിനിമയിൽ ഒത്തിരി പലരുമായിട്ട് നല്ല ബന്ധമുണ്ട്. തീർച്ചയായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നില്ല? നേരത്തെ പി ഭാസ്കരൻ മാസ്റ്ററായിട്ട് പറഞ്ഞ പോലെയുള്ള അകന്ന ബന്ധം, എന്നേക്കാൾ വളരെ പ്രായം കൂടുതലുള്ള ആ ബന്ധം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അറിയാം, തീർച്ചയായിട്ടും അറിയാം. സാധാരണ ആരും പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം കേട്ടു. അദ്ദേഹം
ധർമ്മശാസ്താവിനെ പറ്റി സംസ്കൃതത്തിലൊരു ചെറിയ കൃതി എഴുതി. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പ്രണാമി സതതം സുകുമാരം എന്നെഴുതിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രണാമി എന്ന് പ്രയോഗിക്കാൻ പാടില്ല, പ്രണമാമി എന്ന് പ്രയോഗിക്കണം, അല്ലെങ്കിൽ വെറുതെ നമാമി എന്നാക്കണം. ഓ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. പിന്നെ അത് നമാമി എന്നാക്കി, ഈ പ്രണാമി എടുത്ത് കളഞ്ഞു. സാധാരണ ആരും പറഞ്ഞാൽ കേൾക്കുന്ന ആളെ ഞാൻ പറഞ്ഞു അദ്ദേഹം അത് സ്വീകരിച്ചു. അത് അത് തെറ്റിതിരുത്തി അല്ലെങ്കിൽ എന്ന് വ്യക്തമായി മനസ്സിലായതുകൊണ്ടായിരിക്കും. അതെ അതെ അതെ, പ്രണാമി സതതം സുകുമാരം എന്നുള്ള അദ്ദേഹം പിന്നീട് നമാമി സതതം സുകുമാരം എന്നായി. പരിചയമുണ്ട് എന്നല്ലാതെ പ്രായം വളരെ വ്യത്യാസമുള്ള ആ ഒരു. ഒത്തിരി കാലം ചീഫ് സെക്രട്ടറി ആയിരുന്നിട്ടില്ലേ? ഒത്തിരി കാലം എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആകേണ്ട സമയത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു 5 കൊല്ലം ചീഫ് സെക്രട്ടറി ആയിരിക്കും. പക്ഷേ ആദ്യത്തെ ഒരു 1.5 കൊല്ലം എനിക്ക് തരാതിരിക്കാൻ പല തടസ്സങ്ങളൊക്കെ ആളുകൾ സൃഷ്ടിച്ചു. അങ്ങനെ അത് നീണ്ടുപോയി. എനിക്ക് അന്നേരം വിഷമം തോന്നിയ ഒരു വിഷമം തോന്നിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. കിട്ടിയിട്ടും അത് കഴിഞ്ഞാൽ എനിക്ക് 3 കൊല്ലത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു മിച്ചം. പക്ഷെ ഞാനതിലൊരു 2.5 കൊല്ലത്തോളം ഇരുന്നതിന് ശേഷം ബാക്കിയുള്ളത് ലീവ് എടുത്ത് പോന്നു. ആരുടെ കാലഘട്ടത്തിലാണ്? 94 മാർച്ച് 1-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി ചാർജ് എടുത്തത്. അന്ന് കെ കരുണാകരനാണ്. 1 കൊല്ലം 1.25 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എ കെ ആൻ്റണി വന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 1.25 കൊല്ലം. അങ്ങനെ ഏതാണ്ട് 2.5 കൊല്ലത്തോളം ഇരുത്തപ്പോഴത്തേക്ക് പുതിയ ഗവൺമെൻറ് വന്നു, ഇ കെ നായനാരുടെ. ഇ കെ നായനാരുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാനൊരു 1 മാസം 1.5 മാസം ഇരുന്നിട്ട് ലീവ് എടുത്തു. ലീവ് എടുക്കുന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാണ് ലീവ് എടുക്കുന്നത്, നിങ്ങൾക്ക് തുടരരുത്. വേണ്ടാന്ന് വെക്കാൻ കാരണം അതിൻ്റെ തൊട്ട് മുൻപാണ് അദ്ദേഹത്തിൻ്റെ അനന്തരം എൻ്റെ മകളെ വിവാഹം കഴിച്ചത്. സംസാര വിഷയം. അതെ അതെ. അപ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അസ്മാദികളായതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വല്ലതുമൊക്കെ പറയാൻ ഇടയാക്കണ്ട. അങ്ങനെയാണ് ഞാനത് ലീവ് എടുക്കാനിടയായത്. മാത്രമല്ല ഞാൻ കുറച്ചൊരു ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ശനിദശ കാലം അവസാനിക്കാറ്, ശനിദശ അന്ത്യം സുഖമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. തുളസീവൻ എന്ന് പറയുന്ന രാമചന്ദ്രൻ സാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം തീച്ചൂടുകളിൽ കടന്നുപോയ ജീവിതമാണ്. അതായത് പറയും കുഗ്രാമത്തിൽ നിന്ന് തൻ്റെ ബാല്യകാലം കൗമാരകാലം അത്രയും കഷ്ടപ്പെട്ടു. ഒരു IAS പദവിയെടുത്തു, കളക്ടറായി. ജോലിയിൽ തന്നെ വളരെ ശ്രേഷ്ഠമായ മേഖലകളിൽ വർക്ക് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറി പദത്തിൽ അലങ്കരിച്ചു, എഴുത്തിലും ശോഭിച്ചു. ആരും കടന്നു കയറാൻ പറ്റാത്ത സംസ്കൃതത്തെ ഹാൻഡിൽ ചെയ്യുകയും വളരെ മനോഹരമായിട്ട് അതിന് ഒത്തിരി കൃതികൾ. ഈ ജോലിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ സ്വയം കുറച്ച് ജ്യോതിഷം പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. ജ്യോതിഷന്മാരെ അങ്ങനെ സമീപിക്കുന്ന ഒരു പതിവ് എനിക്കില്ല. അത്യാവശ്യം ജ്യോതിഷം ഞാൻ തന്നെയൊക്കെ. പക്ഷേ അമരവിള ചെല്ലപ്പനാശാൻ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യന് ഒരിക്കൽ എന്നോട് പറഞ്ഞു, സാറ് ചീഫ് സെക്രട്ടറി സ്ഥാനം മാത്രമല്ല ഒരേ സമയം 2 ജോലി ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ലല്ലോ. സാറ് ചീഫ് സെക്രട്ടറി ആകുമ്പോൾ സാറ് ഒരു ജോലിയും കൂടെ അതിൻ്റെ കൂടെ ചെയ്യും. സാധാരണ ഗവൺമെൻറ് അങ്ങനെ ഒരിക്കലും ചീഫ് സെക്രട്ടറി വേറൊരു ജോലി കൊടുക്കില്ല. പക്ഷേ അമരവിള ചെല്ലപ്പനാശാൻ പറഞ്ഞതുപോലെ എന്നെ 2 ജോലിയിൽ ഒരുമിച്ചാണ് നിയമിച്ചത് സർക്കാർ. 1994 ജനുവരി 1-ാം തീയതി ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് പോസ്റ്റ് ചെയ്തു. മാർച്ച് 1-ാം തീയതി ചീഫ് സെക്രട്ടറി ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഈ 2 ജോലിയും ഒരുമിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഒന്നിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, മറ്റേതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാലടി. ഇങ്ങനെ ഒരു ജോലി ഒരു സമയത്ത് ഇങ്ങനെ 2 ജോലി വേറെ ഒരാളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതൊരു ഭാഗ്യമായി, ഈ പറഞ്ഞ പോലെ ഭാഗ്യം മാത്രമല്ല അതൊരു. അതെ, അതുകൊണ്ട് എനിക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റികൾ വേറെ ഉണ്ടെങ്കിലും ആദ്യമായിട്ട് നാക് അക്രഡിറ്റേഷനിൽ A ഗ്രേഡ് കിട്ടിയത് ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിക്കാണ്. മനസ്സിലായി. ചരിത്രത്തിൽ ഇടം നേടിയ ഒത്തിരി കൃതികൾ മാത്രമല്ല, സർവീസ് തലത്തിലും നല്ല പേര് സമ്പാദിക്കാൻ സാറിന് കഴിഞ്ഞു. സർവീസിലും നല്ല പേര് സമ്പാദിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പിൻഭാഗത്ത് ഈ വാർദ്ധക്യാവസ്ഥയിലിരിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് എത്തി നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി വളരെ സംതൃപ്തനായ ഒരാളാണ്. അധികം ആളുകൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഈ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ ഹാർബർ പ്രോജക്റ്റ് ഉണ്ടല്ലോ,
അത് എൻ്റെ സ്വന്തം ഭാവനാ സൃഷ്ടിയാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് അല്ലേ? അതെ. അത് പലർക്കും അത് അറിഞ്ഞുകൂടാ. മനസ്സിലാവും. ഞാൻ അതിനിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടുമില്ല. അത് ഉണ്ടാവാൻ കാരണം 1976, 77, 78 കാലത്ത് എനിക്ക് ഫിഷറീസിൻ്റെയും ചെറു തുറമുഖങ്ങളുടെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ പലതവണ വിഴിഞ്ഞത്ത് പോകേണ്ടതായിട്ട് വന്നു. അവിടെ വിഴിഞ്ഞത്ത് നിൽക്കുമ്പോൾ വലിയ കപ്പലുകൾ ഇങ്ങനെ വടക്കോട്ടും തെക്കോട്ടും പോകുന്നത് കാണാം. കുറച്ച് അകലത്തിൽ ഒരു 8-10 കിലോമീറ്റർ അപ്പുറത്തോട് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഇതെന്താ വലിയ കപ്പലുകൾ പോയി. സാറ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ ഇന്ത്യയുടെ കരയോട് ഏറ്റവും അടുത്ത് വരുന്നത് വിഴിഞ്ഞത്താണ്. അതെൻ്റെ മനസ്സിൽ കിടന്നു. പിന്നെ 1977 ഡിസംബർ ആദ്യം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ലോസ് ആഞ്ചലസിലെ ഒരു വലിയ തുറമുഖം കാണാനിടയായി. കണ്ടു. ഞാൻ വെറുതെ തുറമുഖം പുറത്തുനിന്ന് നോക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ എന്താ ആരാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്നാൽ ഐ വിൽ ഷോ യു ദ ഹാർബർ. അയാൾക്ക് അന്നേരം അങ്ങനെ അങ്ങ് തോന്നി. എന്നെ ഒരു ടഗ്ഗിനകത്ത് കയറ്റി നിർത്തി അയാൾ ആ ഹാർബറിൽ കൂടെ എല്ലാം കൊണ്ടാണ് കാണിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വലിയ ബ്രേക്ക് വാട്ടേഴ്സ് കെട്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹാർബറും വളരെ വലിയ ഹാർബർ ആവാം. ലോസ് ആഞ്ചലസ് ഹാർബറിനകത്ത് അന്നേരം ഒരു 40 ഷിപ്പെങ്കിലും കിടപ്പുണ്ട്, വലിയ ഷിപ്പ്. ഇതും എൻ്റെ മനസ്സിൽ കിടന്നു. ഇത് 77-78 കാലത്താണ്. 94 ഞാൻ ഈ വിഴിഞ്ഞം ഹാർബർ പ്രോജക്റ്റ് ഉണ്ടാക്കി. ആ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചൊരു ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചെയ്തത് ആരും വളരെ കാലം വിഴിഞ്ഞ ഹാർബറിൻ്റെ ഹാർബർ എഞ്ചിനീയറായിരുന്ന ശിവരാജ വിജയൻ. അത് ഇപ്പോഴും ശാസ്തമംഗലത്ത് താമസമുണ്ട്. അദ്ദേഹം എഞ്ചിനീയറിങ്ങിൽ നിന്ന് പിന്നീട് IAS വന്നു. വിദ്യാഭ്യാസ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചീഫ് സെക്രട്ടറിയാവും. ഞാൻ വിദ്യാഭ്യാസ ഡയറക്ടർ വിജയനെ വിളിച്ച് വരുത്തിട്ട്, വിജയൻ നമുക്കവിടെ ഒരു വലിയ ഇൻ്റർനാഷണൽ ഹാർബറിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരുപാട് പണിയുണ്ട്, ഞാനൊരു പ്രോജക്റ്റ് എഴുതി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വിഷമമാണ്. അത് സാരമില്ല, എനിക്കൊരു 2 മാസം തരണം. ഞാൻ പറഞ്ഞു 2 മാസം എടുത്തോ? 2 മാസം കൊണ്ട്. അങ്ങനെ വിജയൻ 2 മാസം കൊണ്ട് എഴുതി ഉണ്ടാക്കിയ പ്രോജക്റ്റാണ് ഇപ്പോൾ അവിടെ നടക്കാൻ. അത് എഴുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് എന്നോട് പറഞ്ഞു, സാറേ നമ്മളിത് എഴുതിയിട്ട് വല്ല കാര്യമുണ്ട്. അന്നത്തെ നിലയ്ക്ക് 94 ഒരു 2500 കോടി രൂപ വേണം ഈ പ്രോജക്റ്റിന്. കേരള ഗവൺമെൻറ് അതൊന്നും അനുവദിക്കാനൊന്നും പോകുന്നില്ല. വിജയൻ നമുക്ക് നോക്കാം. ഞാൻ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ടുള്ള ഒരു സൗകര്യം ആരോടും ചോദിക്കാതെ ക്യാബിനറ്റ് വെക്കാതെ ഞാൻ കരുണാകരൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെയൊരു നല്ല പ്രോഗ്രാം തീർച്ചയായിട്ടും വെക്കണം, ഒരു കാര്യം ചെയ്യണം, ഹാർബറിൻ്റെ മന്ത്രിയോടുകൂടെ പറഞ്ഞിട്ട് വേണം. ഞാൻ പിന്നെ MP രാഘവനോട് പറഞ്ഞു, നമുക്കൊരു നല്ല പ്രോജക്റ്റ് ഉണ്ടാകുന്നല്ലേ, തീർച്ചയായിട്ടും വെക്കാൻ പറഞ്ഞു. അങ്ങനെ ക്യാബിനറ്റ് വെച്ചു, പാസ്സായെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത്. ഞാനൊരു തെറ്റ് കാണിച്ചു. ധനകാര്യമന്ത്രിയോട് പറഞ്ഞില്ല. ഇത്രയും ധനകാര്യമന്ത്രി അന്ന് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം വളരെ ഉദാരമനസ്കനായ മനുഷ്യനാണ്. ഞാനിത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാർ ഞാൻ വിട്ടുപോയി, ഒരു ദോഷവുമില്ല, നല്ല കാര്യമല്ലേ, രാജ്യത്തിനൊരു നല്ല കാര്യം. മുഖ്യമന്ത്രിയും സമ്മതിച്ചു, തുറമുഖത്തിൻ്റെ മന്ത്രിയും സമ്മതിച്ചു, വളരെ സന്തോഷം. അങ്ങനെ അത് പാസ്സായി. അത് പിന്നീട് നിലവിൽ വരുന്നതിന് 1-2-3 തടസ്സങ്ങളൊക്കെ ഉണ്ടായി അക്കാലത്ത്. എങ്കിലും ആ പ്രോജക്റ്റാണ് ഇന്ന് നിലവിൽ നല്ലൊരു ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ കേരളത്തിനും ഭാരതത്തിനും ലോകത്ത് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സേവനം ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോജക്റ്റ്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹാർബർ എന്നുള്ള ഒരു ആശയം തന്നെ ആരും അതിനു മുമ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒരിക്കൽ ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാർ ഇങ്ങനെ ആരോടോ ചോദിക്കുന്ന കേട്ടു, ഈ വിഴിഞ്ഞത്ത് ഇതിന് മാത്രം എന്തോന്നാണ് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഉള്ളത്, എന്തിനാണ് അവിടെ ഒരു വലിയ ഹാർബർ? അപ്പോൾ ആ സ്ഥലത്തു നിന്ന് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമാണ് ഈ ഹാർബർ എന്നുള്ള ധാരണയിലാണ്. അങ്ങനെ അല്ല. ട്രാൻസ്ഷിപ്മെൻറ്റ് ഹാർബർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ്. ഹോങ്കോങ്, സിംഗപ്പൂർ, പിന്നീട് കൊളംബോ ഇതൊക്കെ വളർന്നു വന്നത് അവിടെ എന്തെങ്കിലും കയറ്റുമതിക്ക് ഇറക്കുമതിക്ക് അല്ല. ഇത് ഞാൻ
വിഴിഞ്ഞത്ത് മുമ്പ് 1976-77-78 കാലത്ത് ജോലി ചെയ്തതുകൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ടും ലോസ് ആഞ്ചലസ് ഹാർബർ കണ്ടതുകൊണ്ടുമൊക്കെ എനിക്കിതിനൊരു സങ്കല്പം ഉണ്ടായി. അതാണ് വെച്ചത്. കരുണാകരൻ സാറായതുകൊണ്ടും എം വി രാഘവനായതുകൊണ്ടും കേട്ടപ്പോഴേ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങ് പാസ്സാക്കാൻ സാധിച്ചു. അത് നിലവിൽ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല, കന്യാകുമാരി ജില്ല, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല എല്ലാം ഉൾപ്പെടുന്ന ഈ സതേൺ കേരള ഈ ഏരിയയ്ക്കൊക്കെ വലിയ മാറ്റമുണ്ട്. അത്ര വലിയ ഒരു പ്രോജക്റ്റാണത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തന്നെ 2 തരത്തിലുള്ള ട്രാൻസ്ഷിപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ റോട്ടർഡാം ഹാർബർ യൂറോപ്പിൽ, അവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ പെർത്ത് ഹാർബറിലേക്ക് സാധനം കൊണ്ടുപോകണമെങ്കിൽ അവൻ 4-5 മാസം കടലിൽ കൂടെ പോയി അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഈ 4-5 മാസം കഴിഞ്ഞാൽ തിരിച്ച് റോട്ടർഡാം വരും. ഒട്ടും വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ 8-10 മാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരാമോ എന്ന് വരുമ്പോൾ അവർക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലൊരു ഹാർബർ നടുക്കുണ്ടെങ്കിൽ റോട്ടർഡാമിൽ നിന്ന് വരുന്നയാൾ അത് വിഴിഞ്ഞത്തിറക്കി വെച്ചിട്ട് അയക്ക് മടങ്ങിപ്പോവാം. പെർത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരുന്ന കപ്പൽ അത് ഇറക്കിയിട്ട് ഇതെടുത്തിട്ട് പെർത്തിലേക്ക് ഒരു ഇടത്താവളം. അത് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അത് വളരെ പ്രധാനമാണ്. കാരണം ഈ നാവികന്മാരെ സംബന്ധിച്ചിടത്തോളം 3 മാസം 4 മാസം കഴിയുമ്പോഴെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് വരാൻ സാധിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ വിഴിഞ്ഞത്ത് ഇറക്കുമതി ചെയ്യാനുള്ളതോ വിഴിഞ്ഞത്തുനിന്ന് കയറ്റുമതി ചെയ്യാനോ അല്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ വന്ന് ഇറങ്ങുകയും അവിടെ നിന്ന് കയറ്റി പോവുകയും ചെയ്യും. അപ്പോൾ വേറൊന്നുണ്ടാവുന്നത്, ഈ കപ്പലുകൾക്ക് വേണ്ട ഡീസൽ എടുക്കാനും ഈ നാവികന്മാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കാനും പിന്നെ 2 മാസം സഞ്ചരിച്ച് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഒന്ന് പുറത്തിറങ്ങി അവിടെ ഹോട്ടലുകളിലൊക്കെ ഒന്ന് ജീവിക്കാനും ഈ രീതിയിലുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ചുറ്റും ഉണ്ടാകും. ഹോട്ടൽ വ്യവസായമൊക്കെ വളരെ വലുതായിട്ട് അവിടെ വികസിക്കും. കാരണം ഈ അവിടെ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതുമായ ആളുകൾക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒരു 3 ദിവസം നിന്നിട്ട് തിരിച്ച് കപ്പലിൽ കയറി പോകാം. ആ 2-3 ദിവസം അവർക്കൊന്ന് സന്തോഷിക്കുന്നതിനും വിഹരിക്കുന്നതിനുമുള്ള സ്ഥാപനങ്ങൾ അവിടെ ആവശ്യമാണ്. ഒരുപാട് മദ്യപാനവും ഒക്കെ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ ഇപ്പോൾ ലോകം മദ്യപിക്കാതിരിക്കുന്ന ഒരു ലക്ഷ്യം നേടാനും നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ഡെവലപ്പ് ചെയ്യും. അത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് അല്ലാതെ തന്നെ കുറച്ചുകൂടെ ചെറിയ തുറമുഖങ്ങളിൽ ഇറക്കേണ്ട. ഇപ്പോൾ കൊച്ചിൻ ഹാർബറിൽ മാക്സിമം ഒരു 50,000 ടണ്ണ് തന്നെ കയറുമെന്ന് അറിഞ്ഞൂടാ. അതിന് മേലോട്ടുള്ളത് കയറില്ല. അപ്പോൾ 5 ലക്ഷം ടണ്ണിൻ്റെ കപ്പലുണ്ട് ഇപ്പോൾ. അതൊന്നും കൊച്ചിൻ ഹാർബറിലേക്ക് പോകില്ല. എന്നാൽ ആ ഏരിയയിലേക്ക് പോകേണ്ട സാധനം ഇവിടെ ഇറങ്ങിയാൽ ഇവിടുന്ന് നമ്മുടെ ചെറിയ കപ്പലിലെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വിതിൻ ഇന്ത്യ ആൾസോ ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കാം. മാർമഗോവ ഹാർബറിലേക്ക് എടുക്കാൻ 2 ഒരു സാധനം ഇവിടെ ഇറക്കി വെച്ചിട്ട് ഇവിടുന്ന് ഇട്ടുള്ളൂ. അങ്ങനെ ഇൻ്റർനാഷണലായിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റും ഇന്ത്യക്കകത്തുള്ള ട്രാൻസ്ഷിപ്മെൻറ്റും എല്ലാം നടത്തുന്ന വളരെ വിപുലമായ, ഒരു പക്ഷേ ബോംബെ ഹാർബറിനേക്കാളൊക്കെ വലിയ ഹാർബറായിട്ട് ഇത് വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു ആലോചന പോലും എൻ്റെ മനസ്സിലുണ്ടായതാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് എം വി രാഘവൻ കണ്ടുപിടിച്ചാണ്. എം വി രാഘവൻ സാധു മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഞാനിത് പറഞ്ഞപ്പോഴേ സന്തോഷമായിട്ട് സ്വീകരിച്ച ആളാണ്. അല്ലെങ്കിൽ കെ കരുണാകരൻ അത് ആലോചിച്ചാണ്. അദ്ദേഹം ആലോചിച്ചതല്ല, പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാനങ്ങോട്ട് പറഞ്ഞു തീരാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പറഞ്ഞാൽ ഒട്ടൻ മനസ്സിലാവും. തീർച്ചയായിട്ടും എടുത്തു കളയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തതാണ്. എൻ്റെ ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് വിഴിഞ്ഞം ഹാർബറും മറ്റൊന്ന് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുമാണ്. ഏതാണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. സന്തോഷമുണ്ട് സാർ. പിന്നെ ഈ നിമിഷം, കാരണം സംഗീതത്തിന് ചെയ്യാൻ കഴിയുന്നത്ര സംഭാവനകൾ ചെയ്തു ഈ ജന്മത്തിൽ. സിവിൽ സർവീസിൽ ഒത്തിരി നല്ല പേരോടുകൂടെ ചീഫ് സെക്രട്ടറി എന്ന നിലയിലും ഒത്തിരി നല്ല പേര് സമ്പാദിക്കാൻ കഴിഞ്ഞു. അതിലുപരി സംഗീത ലോകത്തും ഒത്തിരി സംഭാവന ചെയ്തു. ഈ പറഞ്ഞ പോലെ നല്ല ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാറിന് കഴിഞ്ഞു. സാറിനെ കുറിച്ച് കുറച്ച് നേരം ചിലവഴിക്കാൻ കഴിഞ്ഞു. ഒരേ സമയത്ത് ചീഫ് സെക്രട്ടറി ആയിട്ട് തിരുവനന്തപുരത്തും വൈസ് ചാൻസലറായിട്ട് കാലടിയിലും കൂടെ പ്രവർത്തിക്കും. 2 ധ്രുവങ്ങളിൽ ഒരേ സമയത്ത് 2.5 കൊല്ലം പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. അതൊരു അസാധാരണമായ സംഭവമാണ്. ഈശ്വര നിശ്ചയം, ദൈവത്തിൻ്റെ ഒരു കാരുണ്യം. ഈശ്വര വിശ്വാസിയാണ്.
ദൈവനിശ്ചയമാണ്. ദൈവം അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ തന്നു. ഓക്കെ. അത് സംഗീതത്തിലും അതുപോലെ തന്നെ സിവിൽ സർവീസ് മേഖലയിലും ഒത്തിരി സംഭാവനകൾ ചെയ്ത മഹത്തായ ഒരു വ്യക്തിത്വമാണ് തുളസീവനന്ദൻ സാർ. നന്ദിയുണ്ട് ഈ കുറച്ച് നിമിഷം നമ്മോട് ചിലവഴിക്കാനും. ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ, നിറയെ നമ്മൾ തരട്ടെ.